ദൈവം ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിൽ അങ്ങനെ ഒന്ന് വന്ന് മുഖത്തോട്ട് ചോദിക്കല്ലോ. ാണോ എന്താണെന്നൊന്നും എനിക്കറിയൂല. കാര്യം പറയാൻ മോസ്റ്റ്ലി ചോദിക്കുന്നത് ഹിബന്റെ പ്രഗ്നന്റ് ആണോ നമ്മളെ വെച്ചിട്ടുണ്ടോ, കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ പ്രേമിച്ചിട്ടുണ്ട്. ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ നമ്മളൊരു Q&A ഇട്ടിരുന്നു അല്ലേ, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ Q&A ഇട്ടിരുന്നു. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ അല്ലെങ്കിൽ റീൽ ഇടാണെങ്കിൽ കുറെ ആൾക്കാർക്ക് കുറെ ക്വസ്റ്റ്യൻസാ. അപ്പൊ നമ്മള് വിചാരിച്ചൊരു Q&A ആയിട്ട് ചെയ്താലോന്നില്ലേ. അപ്പൊ നമ്മള് പോസ്റ്റ് ഇട്ട സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരാണ് മെസ്സേജ് ചെയ്തത്. കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്, പേഴ്സണൽ മെസ്സേജും വരാറുണ്ട്. അപ്പൊ എന്താണ് എല്ലാവർക്കും ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നതിലും ബെറ്റർ ആണല്ലോ എന്താക്കാ ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്യാന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ Q&A എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് എന്താ പറയാ, നമ്മൾ ഇടുന്ന കോണ്ടന്റ് വീഡിയോസിനൊക്കെ കുറെ ആൾക്കാർ വന്ന് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ എല്ലാം കൂടി നമ്മളൊരു ഉത്തരം ഇന്ന് തരാൻ പോവാണ്. എല്ലാരെയും ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് കിട്ടിയിരിക്കുന്നതാണ്. അതെ, ഫസ്റ്റത്തത് ഫാത്തിമ സുഹറ. പേരൊന്നും വായിക്കണ്ട. നിങ്ങളുടെ എപ്പിസോഡുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, താങ്ക്സ്. അപ്പൊ എന്താ പറയാ, നമ്മളെ ജസ്റ്റ് മാരീഡ് ലവിന്റെ ആയിരിക്കും പറഞ്ഞത്. അതിപ്പോ 53 എപ്പിസോഡായി. അപ്പൊ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എപ്പിസോഡ് പോയൊരു സീരീസ് ആണ് ഈ സീരീസ്. നമുക്ക് അതിന് മുമ്പ് അറേഞ്ച് മാരേജ് ലവ് ആയിരുന്നു. 25th എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചേ. വീഡിയോ ഒന്നും കൂടി ലെങ്ത് കൂട്ടണം. നമ്മൾ കൊറേ പ്രാവശ്യം പറഞ്ഞു കാരണം നമ്മളെ ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടാവുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 മിനിറ്റ് ആണ് യൂഷ്വലി ചെയ്യാറ്. അല്ലെ പിന്നെ ലോങ് വീഡിയോ പോലെ ചെയ്യണം. അതിൽ വേണമെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മളിങ്ങനെ കോണ്ടന്റ് ഇങ്ങനെ റീൽ ഇടുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റിൽ കൂടുതൽ റീൽ ഇടാൻ പറ്റും. 3 മിനിറ്റ് വരെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് സോങ് ഇട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് 1 മിനിറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 1 മിനിറ്റിന് അപ്പുറത്തേക്ക് സോങ് വരില്ല, കിട്ടൂല യൂട്യൂബിൽ. മാരേജ് കഴിഞ്ഞ എത്ര വർഷമായി? മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പം 3 വർഷമാവാനാവുന്നു. ഓഗസ്റ്റിലായിരുന്നു, 2023 ഓഗസ്റ്റിലായിരുന്നു. ഈ ഓഗസ്റ്റ് 3 ആയി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഓഗസ്റ്റിലാണ്. അപ്പൊ 3 വർഷമാവാൻ നമ്മളെ മാരേജ് കഴിഞ്ഞിട്ട്. ആഷിക്കയുടെ പ്ലേസ് എവിടെയാണ്, ഹിബയുടെ പ്ലേസ് എവിടെയാണ്? ഇത് നമ്മൾ മുമ്പത്തെ പറഞ്ഞാൽ എന്നാലും പറയാം. എന്റെ പ്ലേസ് കാലിക്കറ്റ് പാവങ്ങാട് എന്ന് പറയും. ഞാൻ അത്തോളി. രണ്ടും കാലിക്കറ്റ് തന്നെ കേട്ടോ. കാലിക്കറ്റ് ഉള്ള ആൾക്കാർക്ക് അറിയാൻ മതിയാവും. എപ്പിസോഡ് എല്ലാം ഒരേപോലെ തോന്നുന്നു, ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ എടുക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ആക്കാൻ നോക്കാം. നമ്മൾ ശ്രമിക്കാം, ട്രൈ ചെയ്യാം. ആരെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ. അതെ, ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്, ലവ് സ്റ്റോറി ഓർ മാരേജ് സ്റ്റോറി പ്ലീസ്. അത് നമ്മൾ മുമ്പത്തേക്ക് പറഞ്ഞാണ്. അറേഞ്ച് കം ലവ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. ഇപ്പത്തെ പ്രഗ്നന്റ് ആണെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു തീരുമാനം ആക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടെ കഴിച്ച് നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. കുറെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് കുറെ മെസ്സേജ്, പേഴ്സണൽ മെസ്സേജ് നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന അങ്ങനത്തെ കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് Q&A നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി സംസാരിക്കാം. അതിന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ക്ലിയർ ചെയ്താൽ. നിങ്ങളുടെ കറക്റ്റ് സ്ഥലം പറഞ്ഞല്ലോ. ഹായ് ആയിഷ ജസ. ആഷിഖക്ക് എന്താ ജോലി? നമുക്കിപ്പോ ഓൺലൈൻ ഡ്രസ്സിന്റെ പരിപാടി ഉണ്ട്. അതേമാതിരി തന്നെ വ്ളോഗിങ് ചെയ്യുന്നുണ്ട്. വേറെയും നമുക്ക് അങ്ങനെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓവറോളാണ്. ഹിബക്ക് ജോലി ഉണ്ടോ? ഹിബക്ക് കറന്റ് പിന്നെ ഓളാ ഡ്രസ്സിന്റെ മെയിൻ ആളാ ഡീൽ ചെയ്യുന്നത്. 2 പേരുടെ ഏജ്. എനിക്ക് ഈ മെയ് 16 31 ആയി. ഞാൻ 26. ഈ മാർച്ച് 26 ആയി. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞത് എന്റെ ഉമ്മ, ഞാന്, ഉപ്പ, 2 പെങ്ങന്മാര്. ഇപ്പൊ ഒരു പെങ്ങളേ ഉള്ളൂ. എന്റെ വീട്ടില് ഇപ്പൊ ഒരു പെങ്ങളുള്ളൂന്നോ? വീട്ടില് ഒരാള് ലണ്ടനില. എന്റെ വീട്ടില് ഉമ്മ, അപ്പ, ഞാനില്ല, ഞാനിവിടെയാണ്. പിന്നെ ഇക്കാക്കന്റെ വൈഫ്. യെസ്, ഫുൾ നെയിം ആഷിർ PK. എന്റെ ഫുൾ നെയിം പറഞ്ഞത് ഹിബ ഫാത്തിമ. ഏജ് പറഞ്ഞല്ലോ, ലവ് മാരേജ് അതും പറഞ്ഞു, അവസരം പറഞ്ഞു. നിങ്ങളുടെ സ്ഥലം എവിടെ? മാരേജ് കഴിഞ്ഞ എത്രയായി? റിപ്പീറ്റേഷൻ ആണ് പറഞ്ഞ്. ലവ് മാരേജ് ആണോ? ഞാൻ പറഞ്ഞല്ലോ അറേഞ്ച് മാരേജ് കം ലവ് ആണ്. എത്ര ഏജ് ഉണ്ട്? ഇത്ര എല്ലാവർക്കും അറിയണം. നമ്മൾ ഏജ് പറഞ്ഞേ. ഏജ് നിങ്ങൾക്ക് ആർക്കും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലേ. ചെറിയ ആൾക്കാരുമാതിരിയാണ്, വലിയ ആൾക്കാരുമാതിരിയാണ് തോന്നുന്നത്. എന്റെ പേര് വിളിക്കൂ, ഒരു വോയിസ് ഇടും. ആയിഷ ഹക്കീം.
ആയിഷ ഹക്കീം. ആയിഷ ഹക്കീം. ഹായ് ആയിഷ ഹക്കീം. എന്റെ പേര് വിളിച്ചിക്കേ. വണ്ടി 2 വീഡിയോ ഇടുമ്പോ നമ്മൾ 2 വീഡിയോ ഇടുന്നുണ്ട്. ഉച്ചക്ക് ഇടുന്നുണ്ട്, രാത്രി ഇടുന്നുണ്ട്. ഒന്ന് കോണ്ടന്റ് ആയിട്ട്, ഒന്ന് സീരീസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്, ഒന്ന് നോർമൽ കോണ്ടന്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നല്ലേ ഒരു കാര്യം പറയാന് എന്താ വെച്ചാല്, കുറെ ആൾക്കാര് ചോദിക്കുമ്പോ ഞാൻ വീട്ടില് ആരൊക്കെ ഉണ്ട് ചോദിച്ചതിന് കൊണ്ട് അപ്പൊ ഓർമ്മ നേരം പറയാട്ടാ, ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല തോന്നുന്നു ആശിക്ക. എത്ര ആൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ എന്റെ വീട്ടിൽ പോയി വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് കാണുമ്പോ ചോദിച്ചിട്ട് അതെന്താ ഇവിടെ വീട് മാറി താമസിക്കുന്നത്, നിങ്ങൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടോ, ഉമ്മന്റെ കൂടെ തന്നെയാണോ നിക്കുന്നത് ആൾക്കാർ ചോദിക്കുന്നത്. എനിക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ചിലപ്പം പറ്റാത്ത അസൂയ കൊണ്ടൊക്കെ ചിലപ്പോ ചില ആൾക്കാര് ചോദിക്കുന്നതായിരിക്കും. എനിക്ക് എന്റെ വീട്ടിൽ എല്ലാ മാസവും പോകണം. പ്രശ്നമില്ല, അവിടെ അങ്ങനെ പ്രശ്നമില്ല, നല്ല ഭംഗിയുണ്ട്. ചിലപ്പോ അന്നേക്ക് ഉദ്ദേശിച്ചത്. താങ്ക് യു. നിങ്ങളെ സിബ്ലിങ്സ് പോലെ ഉണ്ട്. കുറച്ച് ആൾക്കാരുടെ കമന്റുകൾ കേട്ടോ, കാണാൻ ഒരേ മാതിരി ഉണ്ട്, സിബ്ലിങ്സ് പോലെ നമുക്ക് തോന്നിയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നറിയില്ല. പക്ഷെ എന്റെ ഏതോ ഒരു അകന്ന ഏതോ വകയിൽ ഒരു കുടുംബൊക്കെ ആയിട്ട് വരും തോന്നില്ല ആശിക. നമ്മളെ ചെറിയൊരു എന്താ പറയാ ഒരു കുടുംബം, കുറച്ച് അകന്നതാണ്, എന്നാലും ഒരു കുടുംബത്തിൽ തന്നെ കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്ന ക്ലോസ് കുടുംബം എന്നല്ല, കുറച്ചൊരു ഡിസ്റ്റൻസ് ഉള്ള കുടുംബം. അതുകൊണ്ടായിരിക്കും ഫേസ് ഒരേ മാതിരി തോന്നില്ലേ. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിബ നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളെയും താങ്ക്സ്. അതൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം. ക്യൂട്ട് കപ്പിൾസ്, താങ്ക്സ്. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ഞാൻ പറഞ്ഞു കേട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഹിബത്താന്റെയും ആഷിഖാന്റെയും. അത് നമ്മൾ പറഞ്ഞ് എന്റെ നെയിം വിളിക്കോ പ്ലീസ്. നെയിം ഫാത്തിമ അനു. കുറെ Q&A പറഞ്ഞു പ്ലീസ്, ഐ എം ബിഗ് ഫാൻ. ഓക്കെ ഫാത്തിമ അനു, ഹായ്. പ്ലേസ് എവിടെ, ജോബ്, ഏജ്, നിങ്ങളുടെ ഏജ് എത്രയാണ്, ബേബി പ്ലാൻ ഒക്കെ പറഞ്ഞു തരാം. അതാ പറഞ്ഞില്ലേ, ഇത് എല്ലാ ക്വസ്റ്റ്യൻസ് മൊത്തം തീർന്നിട്ട് അതിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇപ്പത്തെ പറ്റുന്നതാണ് ഏജ്, ജോബ്, എത്രയായി വെഡിങ് കഴിഞ്ഞിട്ട്, 3 years പറഞ്ഞല്ലോ. യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താ? യൂട്യൂബ് തുടങ്ങാനുള്ള ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. ഇവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ ഞാൻ യൂട്യൂബിൽ എത്തിക്കാൻ വേണ്ടി നമ്മളെ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം എടുത്തേ. 2 കൊല്ലം എടുത്ത് ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് നമ്മൾ ഫ്രം ദ ബിഗിനിങ് ഞാൻ പറയണം നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം, പക്ഷെ ഇൻട്രസ്റ്റ് ഇല്ലേനും. അങ്ങനെ 2 കൊല്ലം. സത്യം പറഞ്ഞാല് ഈ മാരേജിന്റെ മുന്നേ വരെ എനിക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനൊരു എന്താ പറയാ ഒരു ഫുള്ളായിട്ട് ഇൻസ്റ്റഗ്രാമില് യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാനാ മാറ്റിയെടുത്തത്. അതെ, ഇപ്പഴും വലിയ ആക്റ്റീവ് ഒന്നല്ല ഞാൻ എന്റെ ഇൻസ്റ്റയിലല്ല. ഞാനിങ്ങനെ ഡെയിലി നിർബന്ധിക്കുന്നതും കൊണ്ടാണ് നമ്മളത് യൂട്യൂബ് ചാനൽ മെയിൻ ആയിട്ട് ഇങ്ങനെ മറ്റേ യൂട്യൂബ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസ്റ്റയിലും യൂട്യൂബിലൊന്നും ഞാൻ ഒന്നും ചെയ്യാറില്ല ഗൈസ്. ഡെയിലി സീരീസ് 2 ടൈം ഇടാൻ പറ്റുമോ? കുറച്ച് 2 minute ഷൂട്ടായി നമ്മൾ പറഞ്ഞിട്ട് ഓൾറെഡി. നിങ്ങളുടെ ഹോം എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഞാൻ ഡിഗ്രി BCom ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ SAP കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഞാൻ BSc സുവോളജി. പിന്നെ അത് കഴിഞ്ഞ് എന്താ ഞാൻ പഠിച്ചേ എനിക്കറിയോ, ഇങ്ങനല്ലേ കോഡിംഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. മെഡിക്കൽ കോഡിംഗ്. അതന്നെ, മെഡിക്കൽ കോഡിംഗ്. നിങ്ങളുടെ ശരിക്കും ഉപ്പയും ഉമ്മയും ആരാണ്? നിങ്ങൾക്ക് എത്ര ഡിഫറൻസ് ഉണ്ട്? എന്റെ ഉമ്മ ഞങ്ങൾക്ക് അറിയാലോ, ഈ നമ്മളെ വീട്ടിൽ പണ്ട് വരാറുണ്ടായത്. ഇപ്പൊ നമുക്ക് വരാൻ പറ്റും. കൊറേ കോണ്ടന്റില് മുഖം കാണിച്ച ആള് ഉമ്മന്റെ അല്ല ആഷിഖാന്റെ ഉമ്മ. കുറച്ച് വിരളമായിട്ട് വല്ലപ്പോഴും കാണുന്നത് എന്റെ ഉമ്മന്റെ ഫേസ്. വ്ളോഗ് നോക്കിയാൽ മതി, നമ്മളെ ഫാമിലി വ്ളോഗിലൊക്കെ കറക്റ്റ് മനസ്സിലാവും. കാരണം ഫാമിലി വ്ളോഗ് ഇടുന്ന സമയത്ത് എന്റെ വീട്ടിലാവുന്ന സമയത്ത് ഉമ്മനെ കാണിക്കാറുണ്ട്. എന്റെ വാപ്പിയോളെ വാപ്പി നമ്മളെ വീഡിയോസ് ഇട്ട് വരുന്നത് കുറവാണ്, വല്ലപ്പോഴും വ്ളോഗിലൊക്കെ പെടുന്നല്ലാണ്ട്. പിന്നെ വൈഫ് പ്രഗ്നന്റ് ആണോ? സൂപ്പർ. ഇപ്പൊക്കെ എത്ര മന്തായി? എന്താ എന്തെങ്കിലും ജോബിന് പോകുന്നുണ്ടോ? ആഷി ഹൗസ് എല്ലാ എപ്പിസോഡും വെറൈറ്റി കൊണ്ടുവരാൻ നോക്കുമോ? കണ്ടന്റായി ഒരേ കണ്ടന്റ് തോന്നുന്നു നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് സജഷൻസ് പറയാട്ടോ. ഇതില് കൊണ്ടാ ക്വസ്റ്റ്യൻ എന്താ ഹിബ ഇപ്പോഴും അവളെ വീട്ടിൽ നിൽക്കുന്നേ? കണ്ടോ, അത് ഞാൻ ഈ Q&A ഇല്ലാന്ന് വിചാരിച്ചു. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിയില്ലേ, വായിച്ചു നോക്കിയില്ലേ. ഇങ്ങനെ അസൂയപ്പെടല്ലേ ഗൈസ്. എനിക്ക് വീട്ടിൽ പോയി നിക്കണ്ടേ? സ്വന്തം വീട്ടിൽ പോയിട്ട് നിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവോ? വീഡിയോയിൽ കാണിക്കുന്ന കുട്ടി ആരാണ്? അതാരാ? വീഡിയോയിൽ 2 പ്രാവശ്യം ഒരു കുട്ടി വന്നിരുന്നു. അത് നമ്മളൊരു കോണ്ടന്റ് അത് നമ്മളെ കുട്ടി വന്നില്ല, നമ്മള് കൊറേ പറഞ്ഞിട്ടുണ്ട്. അത് 2 വീഡിയോയില് വന്നു, ഇപ്പൊ കൊറേ വന്നിട്ടില്ലല്ലോ. ഇപ്പൊ എന്താണ് അവളുടെ വീട്ടിൽ? ഇതൊക്കെ പറയാം, ഇത് കഴിയട്ടെ. പ്രഗ്നന്റ് ആണ്, എത്ര കുട്ടികളുണ്ട്? ഇതുവരെ കുട്ടികളില്ല നമുക്ക്. നിങ്ങളുടെ 2 വീട്ടിൽ മാറിക്കണ്ട് നമ്മൾ പറഞ്ഞ്.
പിന്നെ നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ പ്രേമിച്ചിട്ടുണ്ട്. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രേമാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ എല്ലാവരും പ്രേമിക്കല്ലോ. ലവ് മാരേജ് ആണോ പ്രഗ്നന്റ്? എത്ര ഇവന്റെ വീട്ടിൽ എത്ര മക്കളാണ്? ഇവന്റെ വീട്ടിൽ 2 ആൾക്കാർ. എനിക്കൊരു ബ്രദർ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് റിപ്ലൈ കൊടുത്തു ഒരാള്. ദേഷ്യം പിടിച്ചിരിക്കുന്ന ആരാ നിക്കാഹാണ് അത്? അതിന്റെ ഉമ്മന്റെ അനിയത്തിന്റെ മോന്റെ നിക്കാഹായിരുന്നു. അതെ, അത് ആ നിക്കാനെ വിശേഷല്ലേ. ഏജ് പറഞ്ഞല്ലോ. ചോദ്യം കൂടുതലും പ്രഗ്നന്റ് ആണോ എന്നായിരിക്കും ഒരാൾ ചോദിച്ചാണ്. അതിന് പിന്നെ അല്ല, നന്നായി. ഇവരൊക്കെ വീട്ടിലുള്ളവരെ കാണിക്കുമ്പോ ഞാൻ പറഞ്ഞു നമ്മളെ വ്ളോഗ് എടുത്താൽ മതി കേട്ടോ. അതില് വീഡിയോ ചെയ്യാ. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോ അവൈലബിൾ ആയിരിക്കോ ഇല്ലയെന്നൊന്നും അറിയൂല. കാരണം ഓരോരുത്തർ ഓരോ തിരക്കിലായിരിക്കല്ലോ. അപ്പൊ ഇപ്പൊ നമ്മള് ഇവിടെ ആശിക്കാരെ വീട്ടിലുള്ളത് ഇവിടെ ഉമ്മപ്പില്ല കാണിച്ചു തരാണ്. പിന്നെ എന്റെ വീട്ടിലുള്ളത് കുടുംബശ്രീന്റെ ടൂർ പോയതാ. രാവിലെ എണീച്ച് പോയി. ഇപ്പോൾ വരാന്നറിയാം. ഇപ്പൊ ഞാൻ ഇപ്പോൾ എന്റെ വീട്ടിലാട്ടോ. അതും കൂടി ഞാൻ ക്ലൗട്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ രണ്ടാൾ എന്റെ വീട്ടിലുള്ളത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പൊ ഇത് Q&A എടുത്ത് നോക്കിയിട്ട് മോസ്റ്റ്ലി ചോദിക്കുന്നത് ഇവരെ പ്രഗ്നന്റ് ആണോ? നമ്മളെ യൂട്യൂബിന് ഷോർട്സ് ഇട്ടാലോ വീട്ടിൽ അതിന്റെ കമന്റിലൊക്കെ പ്രഗ്നന്റ് ആണോ? കൊറേ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഹാപ്പിയസ്റ്റ് ന്യൂസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കെല്ലാം വേണ്ടി അത് എന്തായാലും അതിലൊരു പണ്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തപ്പോ എനിക്കറിയില്ല ഉണ്ടോ അതൊക്കെ ആ കമന്റ്സ് കുറച്ച് നോട്ട് വെച്ചെന്നാ നോക്കിയൊന്നും അതോടെ പോയി അത് പറയാം. കാരണം നമുക്ക് 2-3 എന്തുകൊണ്ട് നിങ്ങൾക്ക് റിവീൽ ചെയ്തിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം അതിനൊക്കെ റീസൺസ് ഉണ്ടല്ലോ. നമ്മള് ഒരിക്കലും നമ്മളിപ്പോ സത്യം പറയട്ടെ, നമ്മൾ കൺഫേം ചെയ്യുന്നതിന് മുന്നേ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രഗ്നന്റ് ആണ്. ഇത് എന്ത് കണ്ടിട്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയൂല. കാര്യം പറയാണ്, നമ്മൾ കൺഫേം ചെയ്യുന്നതിന് മുന്നേ വന്നിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട് പ്രഗ്നന്റ് ആണോ. ചിലപ്പോ ക്യൂരിയോസിറ്റി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ളത് കൊണ്ടോ നമ്മൾ ഇഷ്ടമുള്ളത് കൊണ്ടാണ് കുറെ ആൾക്കാർ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുന്നതെല്ലാം. ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ചില കമന്റ്സ് ഇല്ലേ, ചില കമന്റ്സ് അത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ്. കാരണം അതൊരിക്കലും നമ്മൾ ഇഷ്ടത്തോടെ ചോദിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിലൊരു സങ്കടം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും സ്നേഹത്തോടെ ചോദിക്കുന്നതല്ലല്ലോ അല്ലേ. ഒരു വീഡിയോയില് എന്തോ ഒരു ഇതിൽ നമ്മൾ എടുത്ത സമയത്ത് ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ അതിൽ വേണ്ടിട്ടാണ് വയറ് വലുതായത് കണ്ടു. ഞാനത് കണ്ട് ചിരിച്ച്. അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. അതിപ്പോ ഏതൊരു ഡോക്ടറെ അടുത്ത് നമ്മള് പോയാലും എല്ലാരും പറയുന്നതാണ് ആഫ്റ്റർ 3 months നിങ്ങൾ റിവീൽ ചെയ്തു. ഈവൻ നമ്മള് കുടുംബക്കാരുടെ അടുത്ത് പോലും നമ്മൾ 3 months ശേഷം പറയാവുള്ളൂ എന്നാണ്. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നല്ല, നമ്മൾ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് പറയാം. അങ്ങനല്ല, അല്ലാണ്ട് നമുക്കൊരു 3 months ശേഷമാണ് പറയുന്നത്. കാരണം മിസ്കറേജിനുള്ള ഒരു 90% കൂടുതലാണ് ഈ 3 months എന്ന് പറയുന്നത്. 3 months ശേഷം അങ്ങനെ പോവും അങ്ങനെ അല്ലട്ടോ പറയുന്നത്. അത് പഠിച്ചതിന്റെ വിധിമാതിരി ഉണ്ടാവും. പക്ഷെ 3 months കഴിഞ്ഞിട്ട് പറയുന്നതാണ് എപ്പോഴും ബെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ കുറച്ച് ഡിലേ ആയിട്ട് പറയാം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും പറയരുത് കാരണം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലത്. അപ്പൊ എന്തായിട്ട് നമുക്ക് റിവീൽ ചെയ്യണം. നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർ പറയണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കമന്റ് വായിച്ചുതരാം. ഒരു കമന്റ് റിപ്ലൈ കൊടുക്കുക. നിങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ, എന്തിനാ എങ്ങനെ കാണിക്കുന്നത്? നിങ്ങളെക്കാളും റീച്ച് ഉള്ളവർ റിപ്ലൈ കൊടുക്കും, നിങ്ങൾ ഒരിക്കലും മൈൻഡ് ആക്കുന്നില്ല. റിച്ച് ഉള്ളവർ നാട്ടെ എഴുതിയത് ഉദ്ദേശം എന്താണെന്നറിയില്ല. നമ്മളെക്കാട്ട് പൈസ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളെക്കാട്ട് റീച്ച് ആയിട്ടുള്ള ആൾക്കാരെന്താ ഞാൻ പറഞ്ഞ ആശത്ത് അങ്ങനെ എന്തോ ആണ് അത് പേര്. അങ്ങനെ എന്തോ പറ്റി ഇൻസ്റ്റാ ID ഉള്ള യൂട്യൂബ് ID ഉള്ള ഒരാളാണ് അത്. അങ്ങനെ റിപ്ലൈ അപ്പൊ നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റ് വെക്കുന്ന കാര്യങ്ങള് അത് നമ്മൾ പറയുന്നില്ല, നമുക്ക് പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ. അപ്പൊ
അതിനൊരാൾ കമന്റ് ഇതിനല്ല ഇതേമാതിരി വേറെ ക്വസ്റ്റ്യൻ പെണ്ണ് കമന്റ് കൊടുത്തിട്ട് അത് നമുക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം ഒരു പെണ്ണ് കമന്റ് കൊടുത്തിട്ട് ഇപ്പൊ ഇതിലൊരു പറഞ്ഞ റീച്ചുള്ള ആൾക്കാര് ഒരു കാര്യം ചോദിച്ചോട്ടെ, റീച്ചുള്ള ആൾക്കാര് എന്തോ പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ചെയ്യണമെന്നുണ്ടോ? ഇപ്പൊ ഓരിപ്പോ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് പോകുന്നെന്ന് വിചാരിക്കും, എന്ന് വിചാരിച്ചിട്ട് നമ്മളെക്കാട്ട് റീച്ച് ആണ് അപ്പൊ നമുക്ക് സ്ലീവ്ലെസ് ഉള്ള ഡ്രസ്സ് ഇട്ട് പോകണമെന്നാണോ? ഓരോരുത്തർക്ക് ഓരോരുത്തരായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവൂലേ ഇല്ലേ? ഇപ്പൊ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ടൈം നമ്മൾ എന്തായിട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കണ്, ആ ഒരു ടൈം ആകുമ്പോ നമ്മൾ എന്തൊക്കെ റിവീൽ ചെയ്യും അല്ലെ? അപ്പൊ മറ്റുള്ളവർ ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? ഓരോരുത്തർക്ക് ഓരോ പ്രൈവസി കാര്യങ്ങളാണോ ഇത്ത ഇതിന് മാത്രം പ്രഗ്നന്റ് ആണോ ഇത്താന്ന് പറഞ്ഞിട്ട് ഒരാൾ ലൗച്ചിനൊക്കെ ഇട്ട് ചോദിച്ചു. അല്ല, പ്രഗ്നന്റ് ആണോന്ന് ചോദിക്കുന്നതിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളടുത്ത് അങ്ങനെ ചോദിക്കുന്നത്. അത് പേഴ്സണലായിട്ട് നമ്മൾ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതിന് ഒന്നിനും ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ ചോദിക്കുന്നവരെ കുറിച്ച് ഒന്നും അല്ലട്ടോ പറയുന്നത്, നമ്മളെ സ്നേഹത്തോടെ ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോ എന്താ പറയാ, അങ്ങനെ ചോദിക്കുന്നവരെ പറ്റി അല്ലട്ടോ പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് ചോദിച്ചതിന് താഴെ വേറൊരാള് ഇതിന് മാത്രം റിപ്ലൈ കൊടുക്കൂലെന്ന്. അത് കൊടുക്കാന് നമുക്ക് കൺഫേം ആവണ്ടേ? നമുക്ക് എന്താ പറയാ, നമ്മള് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടാകുന്ന സമയത്തല്ലേ നമ്മൾ പറയാ. അത് പോട്ടെ, നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് വിചാരിക്കും, അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ എന്നെ വന്ന് പറയും, കണ്ടോ ആവുമ്പോഴേക്ക് എന്നെ വന്ന് പറയാൻ നിന്നിട്ടല്ലേ യൂട്യൂബിലൊക്കെ കേറിയിട്ട് നന്നായിക്ക് അങ്ങനെ വേണം ഓർക്കെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യും. ഉറപ്പാണ്. കാരണം എത്ര ആൾക്കാരെ കമന്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പ്രഗ്നന്റ് ആണെന്ന് ചോദിച്ചതിന് അടിയിൽ ഒരു വന്ന് പറഞ്ഞേ ഇതിന് മാത്രം റിപ്ലൈ കൊടുക്കൂലെന്ന്. അതിന് വേറൊരാൾ പറഞ്ഞ റിപ്ലൈ കേട്ടോ. അത് ഒരു ഡേ പറയാൻ വിചാരിച്ചു കാണും. ചിലപ്പോ സ്റ്റാർട്ടിങ് പറയാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആവില്ല. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, നമ്മോട് പറയണ്ടേ ചോദിക്കല്ലേ. അവർ പ്രൈവസി നമ്മൾക്കും കുറച്ച് എക്സ്പെക്ട് ചെയ്യാം. അവർ പറയുന്ന ടൈമിൽ പറഞ്ഞോളും. അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര ടെൻഷൻ? അത് നല്ലൊരു കമ്പനി. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ പറയുന്ന ടൈമിൽ പറഞ്ഞോളൂ. കാരണം അത് ഭയങ്കര സപ്പോർട്ടിങ് ആയ ഒരു കമന്റുമായി തോന്നിട്ടോ ആ സമയത്ത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഓരോ സ്കാനിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് എടുത്ത് വെക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പോ നിങ്ങളടുത്ത് പറയണ്ട എന്നുള്ളൊരു ഇന്റൻഷൻ ആണെങ്കിൽ നമ്മൾ അതൊന്നും ചെയ്യില്ലല്ലോ. റിവീൽ ചെയ്യണോ ടൈം നമ്മൾ നിങ്ങളടുത്ത് പറയണം എന്നുള്ളത് എങ്ങനെ ആകാം? നമ്മള് രണ്ടാളെയും അതേപോലെ തന്നെ നമ്മള് വീട്ടിലെ പാരന്റ്സിന്റെയും എല്ലാരെയും ഡിസിഷൻ ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയണ്ടെന്നുള്ളത്. കാരണം നമ്മള് പാരന്റ്സ് നമ്മളോട് പറയരുത് അല്ലെങ്കിൽ നമ്മളും തീരുമാനിച്ചു. അപ്പൊ നമുക്കത് നമ്മൾ ഓരോ റെസ്പെക്ട് ചെയ്യണമല്ലോ. നമുക്കോ അങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. പിന്നെ ഒരാള് അതിലുണ്ടോന്ന് എനിക്കറിയില്ല, നിങ്ങക്ക് പറഞ്ഞൂടെ പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 ദുആയെങ്കിലും കിട്ടൂലേ, ദുആർക്കെങ്കിലും ചെയ്യൂല ആരെങ്കിലും അറിഞ്ഞിട്ട് ആണെന്നാണെങ്കിലെന്നല്ലോ. ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ? നമുക്കറിയാം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഓരോ ദുആയിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ റിവീൽ ചെയ്തില്ല പക്ഷെ നേരിട്ട് കണ്ടവർക്കൊക്കെ അറിയാം. കാരണം ഓരോന്നും ചോദിക്കും ഇത് പ്രശ്നമല്ലേ, അപ്പൊ അല്ലാന്ന് പറയില്ലല്ലോ. അപ്പൊ നമ്മൾ അറിയാണ് നിങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ട് പറയാം. ഞാൻ നേരിട്ട് കാണുമ്പോൾ പിന്നെ നമ്മൾ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത്, പിന്നെ നമ്മൾ വെഡിങ്ങിന് പോകുന്ന സമയത്ത്, നമ്മൾ ടൗണിൽ പോകുന്ന സമയത്ത് കാണുന്ന ആൾക്കാർക്ക് ഇത്താത്ത സത്യം പറഞ്ഞ പ്രഗ്നന്റ് അല്ലായിരിക്കും നമ്മൾ ആണെന്ന് പറയും. ഞാനും പ്രഗ്നന്റ് ആണെന്ന് പറയും. അപ്പോൾ അറിയും. കേട്ടപ്പോ സന്തോഷമായി. പിന്നെ എന്താ നിങ്ങളെപ്പോഴാ റിവീൽ ചെയ്യുന്ന എല്ലാവരും ചോദിക്കും. നമ്മളൊരു റിവീൽ ചെയ്യുന്നതാണ്. ഇതിപ്പോ ഇതുവരെ പറഞ്ഞത് ഒരിക്കലും എന്താ പറയാ കമന്റ് ചോദിച്ച ആൾക്കാരെ അവർ കുറ്റപ്പെടുത്തിയിട്ട് ചോദിച്ച അങ്ങനൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നത് ആണോന്ന് ചോദിക്കുന്ന ആൾക്കാര് സന്തോഷാണ്. അങ്ങനെ ചോദിക്കാന് ആൾക്കാരുണ്ടല്ലോ. യെസ്. പക്ഷെ അതിനിടയ്ക്ക് കൂടെ എങ്ങനെ ഇത് സാമ്പിൾ മാത്രം ഇഷ്ടം പോലെ ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് എല്ലാ കമന്റ്സും വായിക്കല്. ചിലപ്പോ ആഴ്ചക്ക് പറയും ഈ വായിക്കണ്ട വെറുതെ സ്ട്രെസ് കേട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ അത് കണ്ടൊരു അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. കാരണം സ്റ്റാർട്ടിങ് നമ്മൾ ഒരിക്കലും പറയണമെന്ന് ഉദ്ദേശിക്കില്ലല്ലോ. സോ അപ്പൊ നമ്മളൊരു പ്രഗ്നൻസി ജേർണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് സ്കാനിങ്, തേർഡ് സ്കാനിങ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ഇത് ഫുൾ അടുത്തിടണോ അതോ ഓൾറെഡി എടുത്ത് വെച്ചാണല്ലോ. പിന്നെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ അതൊക്കെ ഇനി ഇൻഷാല്ലാ വരും. ഭയങ്കര പ്ലാനിങ്ങിലൂടെ ഒന്നല്ല നമുക്കൊരു ഈ ഒരു എന്താ പറയല്ലേ. യെസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് നമുക്ക് ഇത് കണ്ട സമയത്ത് നമ്മള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി മൊമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കാണിപ്പിക്കുന്നുണ്ട്.
പിന്നെ വിളിച്ചു അതിലൊക്കെ അല്ല, അതൊക്കെ ഒരു രസമുള്ള സംഭവം, ഭയങ്കര ഒരു അത് ഫസ്റ്റ് സ്കാനിങ്ങിന് പോയ സമയത്ത് ഞാൻ ഭയങ്കര ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോ റീലൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ച് കേൾപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ പോയി നോക്കുമ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിൽ ഓരോന്നും ചെയ്ത് കണ്ടിപ്പിച്ചൊന്നുമില്ല. പക്ഷെ സെക്കൻഡ് സ്കാനിങ്ങിന് പോയ സമയത്താണ്, അന്ന് ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടും പോയി. കാരണം ഞാൻ വിചാരിച്ച് ഇന്ത്യയിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്നും കേൾപ്പിച്ചിട്ടില്ലേക്കും, പുറമെയുള്ള കൺട്രീസിലാണ് അങ്ങനെ ചെയ്യാതെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി. പക്ഷെ അങ്ങനെ പോയി സെക്കൻഡ് സ്കാനിങ്ങിൽ ഒരു ഹാർട്ട് ബീറ്റ് കാണിച്ചെന്ന്, അതേപോലെ തന്നെ പൊസിഷൻസ് എല്ലാം കാണിച്ചെന്ന്, ഇത് ഹെഡാണ് ഇത് ലെഗാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചത് ഭയങ്കര സന്തോഷം. ഫസ്റ്റ് സ്കാനിങ്ങിൽ എനിക്ക് തോന്നുന്നു നമ്മളെ ഹാർട്ട് ബീറ്റിന്റെ ഒരു നമ്പർ ഇല്ലേ, എന്ത് അത് കണ്ടപ്പോ നമ്പർ അല്ലടി എത്ര നമ്മളെ മിടിപ്പ് ഇത്ര എന്നുള്ളത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കണ്ടപ്പോ തന്നെ അതിന്റെ രസമായി, അതിന് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ജേണിയില് ഭയങ്കര ഹാപ്പിനെസ് ആണ്, കാരണം അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആണല്ലോ. പിന്നെ എല്ലാവരും ആഗ്രഹമല്ലേ പേരൻസ് ആവാന്നുള്ളതൊക്കെ. അപ്പൊ നമ്മളിപ്പോ അതിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കാണ്. ഇൻഷാ അല്ലാഹ് എല്ലാരും ദുആയില് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ, ഒരു പ്രശ്നമില്ലാതെ. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ ഈ വീഡിയോ കാണുന്ന അറിയാം, എല്ലാവരും നമ്മള് ദുആയില് ഉൾപ്പെടുത്താം. ഈ കാണുന്നവരൊക്കെ ചോദിക്കുന്ന എപ്പോഴാ റിവീൽ ചെയ്യുന്നത്, അപ്പൊ പുറത്തുനിന്നൊക്കെ കാണുന്ന ആൾക്കാര് എന്താ റിവീൽ ചെയ്യാത്ത ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല എന്താ പറയാത്ത എപ്പോഴാ പറയാന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ എന്താ പറയാ, നമുക്ക് എന്താ പറയാ, ഇതുവരെയുള്ള ലൈഫിൽ ഭയങ്കര ചേഞ്ച് ആയിരുന്നതിന് ശേഷം ഭയങ്കര ഒരു സന്തോഷം തരുന്നതാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഐഡിയ ചെയ്തില്ല എന്നുള്ളത്, നമ്മള് വീഡിയോ തന്നെ പോസ് ചെയ്ത് സൂം ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത്ര മന്ത് ഇത് ഇനി ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ വേറൊരു കാര്യം, ഞാന് ഈ പ്രഗ്നന്റ് ആണോന്ന് ചോദിക്കുന്ന മെസ്സേജിന് താഴെ ചില ആൾക്കാർ പോയിട്ട് യെസ് ഇങ്ങനെ കൺഫേം പോലെ ഇങ്ങനെ കൺഫേം മനസ്സിലായി ചില ആൾക്കാർ അറിയാം ആണല്ലോ 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 ഇവരെങ്ങനെ മനസ്സിലാക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഇവരോട് ഞാൻ ചോദിക്കും, ഇനി നമ്മള് ഹോസ്പിറ്റലിൽ പറഞ്ഞ ആളാണോ അത്? അങ്ങനെയുള്ള എല്ലാം തോന്നുന്നു. അതല്ല, അതിന് വേറെ കോമഡി ഉണ്ട്. നമ്മള് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് നമ്മളോട് ഒരാളോട് പറഞ്ഞ ആളാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മൂന്നാല് പെണ്ണുങ്ങൾ എന്നപ്പോഴാ നമ്മള് ഓര് ചോദിച്ചപ്പോഴാ പറഞ്ഞേ, അതിന്റെ 2 ആഴ്ച മുമ്പ് തന്നെ യെസ്. അതെ 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 ഞാൻ ഇങ്ങനത്തെ ആദ്യം പറഞ്ഞത്, നമ്മള് കൺഫേം ചെയ്യുന്നതിന് മുന്നേ പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് പ്രഗ്നന്റ് ആണോന്ന് ചോദിച്ചത്, അപ്പൊ നമുക്ക് റിപ്ലൈ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ലല്ലോ. അതേമാതിരി ഞാൻ പറയാൻ വയ്യെന്നറിയോ, ഫേസ് ചേഞ്ച് ആവുന്നുണ്ട്, തടിക്കുന്നുണ്ട്, തടി വെക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ ക്ഷീണുണ്ട് അന്ന് നമ്മൾ കണ്ടിട്ട് ഡെയിലി എടുക്കാനല്ലോ. ഇപ്പത്തൊക്കെ നല്ല ക്ഷീണുണ്ട്, കൺഫേം ആണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, എന്റെ ഫേസ് മാറിക്കുന്നൊക്കെ പറയുമ്പോ ആഷിഖന്റെ അടുത്ത് പോയി ചോദിക്കാം, ഞാൻ അവളോട് പറയാം മാറി, ഞാൻ പറഞ്ഞ ഫേസ് ചെറിയ ഇങ്ങനെ മാറ്റം വരുന്നുണ്ട്, വീർക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഫേസ് മാറി. പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് പറയും ഭർത്താക്ക് നല്ല ചേഞ്ച് ഉണ്ട്, കെയർ ചെയ്യണട്ടങ്ങള് അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാം. അപ്പൊ സ്നേഹം കൊണ്ട് അയക്കുന്നതാണ്. പിന്നെ ഒരാള് മെസ്സേജിന് നിങ്ങക്ക് ബേബി പ്ലാൻ ഉണ്ടോ, ഇന്ന് കുട്ടികളൊന്നും വേണ്ടേ, അങ്ങനെ ഒരു മെസ്സേജ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. എനിക്ക് ഇപ്പൊ നമുക്ക് വേണമെങ്കിലും ഇപ്പൊ എന്താണ് അത് വേറെ പ്രശ്നം പറഞ്ഞത്. നമ്മളൊരു പരിപാടിക്ക് വെച്ച സമയത്ത് ഒരാൾ നമ്മൾ വന്ന് സംസാരിച്ച് നമ്മൾ നല്ല സ്നേഹത്തോടെ റിപ്ലൈ കൊടുക്കുമ്പോൾ ചോദിക്കണേ അതെന്താ നിങ്ങൾ മാറിയതാ, ഇപ്പത്തന്നെ ഇല്ല ഇപ്പൊ എന്താ അവന്റെ വീട്ടിൽ നിൽക്കാതെ, നിങ്ങൾ ഉമ്മ തമ്മിൽ എന്റെ പ്രശ്നം അല്ല എല്ലാണ്ട് നിങ്ങൾ എന്തിനാ മാറി നിങ്ങൾ ഇങ്ങനൊന്നും ചോദിക്കില്ല. നമുക്ക് നിങ്ങൾ പെട്ടെന്ന് നമ്മള് നേരിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ റിപ്ലൈ ചെയ്യേണ്ടി വരും, മനസ്സിലാവുന്നില്ല കേട്ടോ കാര്യം പറയാം. പിന്നെന്താ വെച്ചാൽ ഇവളെന്താ ഇവിടെ വീട്ടിൽ പോയി നിൽക്കുന്നത്, ഇപ്പൊ മനസ്സിലായി ഞങ്ങൾക്ക്. കാരണം ഓൾറെഡി പ്രഗ്നന്റ് ആണ്. അപ്പം പിന്നെ എന്താ പറയാ, പിന്നെ എന്റെ ഉമ്മക്കും ഇപ്പൊ ചെറിയ ഇതുണ്ടായത് കൊണ്ട് നല്ല ആരോഗ്യത്തിന് ചെറിയ പ്രശ്നം കൊണ്ട് അങ്ങനെ ഉമ്മക്കും ഇപ്പൊ റെസ്റ്റ് പറഞ്ഞിരിക്കുക ഡോക്ടർ. അപ്പൊ ഉമ്മക്ക് ഈ സിറ്റുവേഷൻ ഓളെ നോക്കൽ പോസിബിൾ അല്ല. അപ്പൊ നമ്മളൊക്കെ എടുത്തൊരു തീരുമാനമാണ് കുറച്ച് അവിടെ നോട്ടെ, അവിടെ ആകുമ്പോൾ ഉമ്മ നല്ല നോക്കുക. അങ്ങനെ അതുകൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു അടിയും വീഡിയോ ഒന്നുമല്ല. ഇതിലെന്താ നിങ്ങള് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ വല്ല നിക്കാം, ഡയറക്റ്റ് ഒന്ന് മുഖത്ത് വെച്ച് ചോദിക്കും എന്താ പ്രശ്നം, എന്താ നിങ്ങൾ പോവാത്ത ഇപ്പൊ അവിടെ തന്നെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ എന്താ പറയാതെ ഇപ്പൊ അങ്ങനെ ദൈവം ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിൽ അങ്ങനെ ഒന്ന് വന്ന് മുഖത്തോട്ട് ചോദിക്കല്ലോ. അപ്പൊ അങ്ങനെ കാലിപ്പോ നമ്മളെ കഥ. അപ്പൊ ഇനി നമ്മളെ നല്ല നല്ല ഹാപ്പി മൊമെന്റ്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും.
അല്ലേ? അതെ. വേറെ എന്തെങ്കിലും പറയാനുള്ളത് ഇവരോട്? നീ പറയാനുണ്ടോ നമുക്ക് അതിന്റെ ചെയ്യണം? എനിക്കിപ്പോ പറയാൻ ആകെ ഒരു കാര്യമുള്ളത് എന്താണ്, നിങ്ങളെല്ലാരും ദ്വാരിക്കുന്ന സമയത്ത് ഇനിയും കൂടെ എന്താണ് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ദ്വാരിക്കാം. ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതുവരെ അൽഹംദുലില്ലാ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അങ്ങോട്ടേക്കും അങ്ങനെ തന്നെ പോവാൻ ആരോഗ്യവും അല്ലേ എല്ലാം ഉണ്ടാവട്ടെ. അപ്പൊ എന്താ പറയാ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളോട് കുറെ ആൾക്കാർ ചോദിച്ചു പ്രഗ്നന്റ് ആണെന്ന്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മെയിൻ ആയിട്ട് ഈ ഒരു Q&A ചെയ്ത് തന്നെ അത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലാസ്റ്റിലേക്കില്ലേ പ്രഗ്നന്റ് ആണോ നല്ല ചോദിക്കുന്നത്, എത്ര മാസമായി ചോദിക്കുന്നത്. എത്ര മാസമാണെന്നല്ല അറിയുന്നത്. അതെ, അപ്പൊ എന്താ പറയാ, പ്രഗ്നന്റ് ആവുന്നുള്ള ക്വസ്റ്റിന് അത് ബൗണ്ടറി ലിമിറ്റ് കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായി ചോദിക്കുന്നത് എത്ര മന്ത് കഴിഞ്ഞത്. അപ്പൊ നമ്മളെന്തായാലും മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ വി ആർ പ്രഗ്നന്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, വീഡിയോ ചെയ്യാൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറയാണ്ട് വിട്ട എന്തെങ്കിലും കമന്റ് ചെയ്ത് വിട്ടോ, വേണമെങ്കിൽ നമ്മള് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മളെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ വരാം. ബൈ.